നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രമുഖ വ്യക്തികളെ സന്ദർശിച്ച നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. കയ്പമംഗലം കാളമുറിയിൽ വൈവിധ്യമാർന്ന വിഷരഹിത പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവ്. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഒരുക്കിയ പച്ചക്കറി കൃഷിയിലാണ് മികച്ച വിളവെടുത്തത്. LDF കയ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എടതിരുത്തിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. LDYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രമുഖ വ്യക്തികളെ സന്ദർശിച്ച നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ താന്യം നാട്ടിക പഞ്ചായത്തുകളിലാണ് പ്രമുഖരായ വ്യക്തികളെ സന്ദർശിച്ചത്. നാട്ടികയിൽ അദ്ദേഹം മത്സ്യത്തൊഴിലാളികളെ കണ്ട് സംസാരിച്ചു. തൃപ്രയാറിൽ വ്യാപാര സ്ഥാപനങ്ങളിലും CC മുകുന്ദൻ സന്ദർശനം നടത്തി. തുടർന്ന് അദ്ദേഹം അന്തിക്കാട് താന്യം പഞ്ചായത്തുകളിൽ പര്യടനത്തിനുശേഷം റോഡ് ഷോയിലും കുടുംബയോഗത്തിലും പങ്കെടുത്തു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സെക്രട്ടറിമാരായ EP ഹരീഷ്, EP ജാൻസി, മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, TG രതീഷ്, BDJS ജില്ലാ സെക്രട്ടറി അക്ഷയ് കൃഷ്ണ, ഗോകുൽ കരീപ്പിള്ളി, ബിജു അണ്ടേഴത്ത്, നിഖിൽ രാധാകൃഷ്ണൻ എന്നിവർ NDA സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു. കയ്പമംഗലം കാളമുറിയിൽ വൈവിധ്യമാർന്ന വിഷരഹിത പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവ്. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഒരുക്കിയ പച്ചക്കറി കൃഷിയിലാണ് മികച്ച വിളവെടുത്തത്. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്നതാണ് വിഷരഹിത പച്ചക്കറി കൃഷി. കാളമുറി സെന്ററിന് വടക്കുഭാഗത്തായി ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള 35 സെന്റ് ഭൂമിയായിരുന്നു കൃഷിക്കായി ഉപയോഗിച്ചത്. പൊട്ടുവെള്ളരി, കണിവെള്ളരി, പയർ, വെണ്ട, വഴുതിന, ചീര, കുമ്പളം, മത്തൻ തുടങ്ങി വൈവിധ്യമാർന്ന ഇനം പച്ചക്കറികളാണ് ഇവിടെ കൃഷിയിറക്കിയത്. കുക്കുംബർ, തണ്ണിമത്തൻ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി കൃഷിയിറക്കി. KTDC ഫ്ലൈറ്റ് ഡയറക്ടർ KK വത്സരാജ് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് നൂറുൽ ഹുദ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് VR ഷൈൻ, റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ്, ഭരണസമിതി അംഗങ്ങൾ, വാർഡ് മെമ്പർമാരായ PC മനോജ്, പ്രജിത മനോജ്, ബാങ്ക് ജീവനക്കാർ, കർഷകർ തുടങ്ങിയവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. ഏറ്റവും നൂതനമായ കൃഷിരീതിയാണ് പദ്ധതിക്കായി ഉപയോഗിച്ചത്. LDF കയ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എടതിരുത്തിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. LDYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ ഭരണം നടത്തുകയാണ്. കയ്പമംഗലം നിയോജക മണ്ഡലം രൂപീകരിക്കപ്പെട്ട ശേഷം ഇത് 4ാമത്തെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 15 കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്പമംഗലത്തിന്റെ രൂപീകരണത്തിന്റെ വേളയിൽ ആദ്യത്തെ MLA ആയി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വളരെ ആധികാരികമായി തന്നെ പറയാൻ കഴിയും, ഈ 15 കൊല്ലക്കാലം ഈ കയ്പമംഗലം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന ഈ 10 കൊല്ലക്കാലത്തെ പ്രവർത്തനം അടക്കമുള്ള 15 വർഷക്കാലം നടന്നിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം 10 കൊല്ലമായി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന എതിർകക്ഷികൾക്ക് പോലും നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ കുടുംബജീവിതത്തിലും അവരുടെ സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വിധത്തിൽ ഭാവി കേരളത്തിന് അടിത്തറ പാകിയിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി കാണിച്ചുകൊണ്ടാണ് 10 കൊല്ലത്തിന് ശേഷം 2 ടേമുകൾക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ സമീപിക്കുന്നത്. എടത്തിരുത്തി പുളിഞ്ചോട് നിന്ന് റോഡ് ഷോ ആരംഭിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ റോഡ് ഷോ ഫ്ളാഗ് ഓഫ് ചെയ്തു. PH നിയാസ് അധ്യക്ഷനായി. നേതാക്കളായ KA ശിഹാബ്, TP രഘുനാഥ്, TK സുധീഷ്, AD സുദർശനൻ,
VK ജ്യോതി പ്രകാശ്, AV സതീഷ്, ഷീന വിശ്വൻ, മുഹമ്മദ് ചാമക്കല, KV രാജേഷ്, KS ജയ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. രാമായണ തത്വപ്രചാരകരായ യൂണിവേഴ്സൽ സൊസൈറ്റി ഫോർ ശ്രീരാമ കോൺഷ്യസ്നസിന്റെ മാനവശ്രീ പുരസ്കാരം ചെമ്മാപ്പള്ളി സ്വദേശി ഗിരീഷ് ഏറാട്ടിന്. തൃശൂർ KSRTC ഡിപ്പോയിൽ കണ്ടക്ടറാണ് ഗിരീഷ് ഏറാട്ട്. തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാമായണത്തിലെ സേതുബന്ധനത്തെയും ചൂടാരത്ന ഘോഷയാത്രയും ജനശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ പുനരുജ്ജീവിപ്പിച്ച ആധ്യാത്മിക പ്രഭാഷകനാണ് ഗിരീഷ്. ജന്മഭൂമിയുടെ പ്രാദേശിക ലേഖകനായും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ചെമ്മാപ്പള്ളി പ്രഭാകരൻ ശാരദാ ദമ്പതികളുടെ മകനാണ്. പെരിങ്ങളത്ത് നടന്ന ശ്രീരാമനവമി ആഘോഷത്തിൽ ബഹുമതി പത്രവും പൊന്നാടയും ശില്പവും അദ്ദേഹത്തിന് സമ്മാനിച്ചു. കുന്നംകുളത്ത് KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചു. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുക്കാനായത് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ. കുന്നംകുളം നഗരമധ്യത്തിലാണ് KSRTC സൂപ്പർ ഡീലക്സ് ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർ ഡീലക്സ് ബസും എതിരെ വന്ന ടാങ്കർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പാമോയിൽ നിറയ്ക്കാൻ പോവുകയായിരുന്നു ടാങ്കർ ലോറി. കുന്നംകുളം നഗരമധ്യത്തിൽ വെച്ച ഇരുവാഹനങ്ങളും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ടാങ്കർ ലോറിയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ടാങ്കർ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. മലപ്പുറം മൊറയൂർ സ്വദേശി തിരുവാലിപ്പറമ്പ് വീട്ടിൽ ഷൌക്കത്തിനാണ് പരിക്കേറ്റത്. തകർന്ന ടാങ്കർ ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഡ്രൈവർ. വിവരമറിഞ്ഞ ഉടൻ തന്നെ കുന്നംകുളം ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി. തുടർന്ന് ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ടാങ്കർ ലോറിയുടെ ക്യാബിനകത്തെ മുൻവശത്തെ സീറ്റടക്കമുള്ള ഭാഗങ്ങൾ മുറിച്ചുമാറ്റി ഡ്രൈവറെ പുറത്തെടുക്കുകയായിരുന്നു. ഡ്രൈവർ ഷൌക്കത്തിന്റെ ഇരുകാലുകൾക്കും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഷൌക്കത്തിനെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട KSRTC ബസും ഭാഗികമായി തകർന്നു. പുലർച്ചെ നടന്ന അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. BJP കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗണേശൻ 46ാം ബലിദാന ദിനം ആചരിച്ചു. ചടങ്ങിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു അധ്യക്ഷയായി. NDA സ്ഥാനാർത്ഥി അതുല്യ ഘോഷ് വേട്ടിയാട്ടിൽ, ജില്ലാ സെക്രട്ടറി സിബിൻ അമ്പാടി, എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി, ജില്ലാ കമ്മിറ്റി അംഗം പോണത്ത് ബാബു, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കൊട്ടാരത്ത്, OBC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രജീവൻ മുറ്റിച്ചൂർ, 2020 മണ്ഡലം പ്രസിഡന്റ് ഹരിശങ്കർ, BJP കയ്പമംഗലം പടിഞ്ഞാറേ മേഖലാ പ്രസിഡന്റ് കണ്ണൻ, കിഴക്കേ മേഖലാ പ്രസിഡന്റ് സന്തോഷ് പാണപറമ്പിൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രതാപൻ പനക്കൽ എന്നിവർ സംസാരിച്ചു. 81 ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ ഗണേശേട്ടൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ എത്ര കണ്ട് നമ്മുടെ പ്രസ്ഥാനത്ത് ആ തുടക്കം മുതൽ വളർത്താനായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ വളർന്ന് അതിൻ്റെ ചുമതലകൾ വഹിച്ച് 1980 BJP രൂപം കൊണ്ടപ്പോൾ യുവമോർച്ചയുടെ ജില്ലാ ഭാരവാഹിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ തീരദേശ മേഖലയിൽ നമ്മുടെ പ്രസ്ഥാനത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച അന്നൊരു യുവാവായിരുന്നു ശ്രീ ഗണേശൻ. UDF ചന്ദ്രാപിനി 15ാം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി TM നാസറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമായിരുന്നു കുടുംബ സംഗമം. വലിയ പ്രതീക്ഷയുണ്ട് അല്ലേ എല്ലാവർക്കും, ഇല്ലേ? ഇവരൊക്കെ മുഖത്ത് നോക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതെന്താ വെച്ചാ നമുക്ക് മടുത്തു. 10 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ എന്തൊക്കെയാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണല്ലേ. നമ്മളെ ഒരു സാധാരണ ഈ ഇടതുപക്ഷം പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ അറിയോ? എപ്പോഴും പറയുന്ന അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അധസ്ഥിത വർഗത്തിന്റെ, തൊഴിലാളികളുടെ, സ്ത്രീകൾക്കും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെ, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്കും ക്ഷേമത്തിനും ഞങ്ങളേ ഉള്ളൂ. അങ്ങനെയാണ് ഇവരൊക്കെ പറയാ. അങ്ങനെ അത് പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാര് ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? എല്ലാ മേഖലയിലും നമ്മളെ വെല്ലുവിളിക്കുകയാണ് ചെയ്യണത്. അതായത് ആദ്യത്തെ 1ാം പിണറായി വിജയന്റെ സർക്കാർ വന്നു, അത് കഴിഞ്ഞ് 2ാമത് വന്നപ്പോഴുണ്ടല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, ഇത് ഞങ്ങളുടെയാണ്, ഞങ്ങൾ എന്ത് ചെയ്താലും ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഇവരെല്ലാവരും ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും, ഇവരൊക്കെ പറഞ്ഞു പറ്റിക്കാൻ നല്ല എളുപ്പമാണ് എന്നൊരു ചിന്തയാണ് ഇവരുടെ ഉള്ളിൽ. തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പുള്ളത്. 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക്
ചർച്ചയും വെള്ളവും ഒക്കെ ആയിട്ടുള്ള പ്രചരണ പരിപാടിയെല്ലാം അവസാനിച്ചു. ഇനി അവസാനത്തെ മണിക്കൂറുകൾ സ്ഥാനാർത്ഥിയുടെ അനുകൂലമായ ഐക്യജനാധിപത്യ മുന്നണിയുടെ അനുകൂലമായ ഒരു കന്നഡ നമുക്കൂടെ ഈ നിയോജനത്തിലുണ്ടായിട്ടുണ്ട്. അത് വോട്ടാക്കി മാറ്റുന്ന അതിസാഹസ്യമായ പ്രവർത്തനമാണ് കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്ക് ഏകദേശം 73% ആ പോളിംഗ് നമുക്ക് 80% എത്തിക്കുമ്പോഴാണ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി TA നസീമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി TM നാസർ മുഖ്യാതിഥിയായി. DCC ജനറൽ സെക്രട്ടറി സജയ് വയനപ്പിള്ളി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ മേനോൻ, മണ്ഡലം പ്രസിഡന്റ് PD സജീവ്, കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഗീർ, വാർഡ് മെമ്പർ ഉമറുൽ ഫാറൂഖ്, PK ഷംസുദ്ദീൻ, PK അസീസ്, ലൈല മജീദ്, ഷിനി സതീഷ്, ഷറഫലി ഖാൻ, ഹുസൈർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ യുവതിക്ക് നേരെ ലൈംഗിക പീഡനം നടത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. പാലക്കാട് കൊപ്പം സ്വദേശി ശിവപാളയം ശിവാജി വീട്ടിൽ ഗോപകുമാറാണ് റിമാൻഡിലായത്. ഇക്കഴിഞ്ഞ മാർച്ച് 25-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബുധനാഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു യുവതി. ഇതിനിടെ പിന്തുടർന്നെത്തിയ പ്രതി യുവതിയെ കയറി പിടിച്ച് ലൈംഗിക പീഡനത്തിന് ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. പ്രതി പാലക്കാട് ജില്ലക്കാരനാണെന്നും ഇടയ്ക്ക് തൃശൂരിൽ വരുന്നയാളാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതിയെ കൊപ്പത്തെ വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ കിരൺ, SI-മാരായ അനുശ്രുതി, റെജിൻ രാജ, ASI SV, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക്, സൂരജ്, അജ്മൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രമുഖ വ്യക്തികളെ സന്ദർശിച്ച നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. കയ്പമംഗലം കാളമുറിയിൽ വൈവിധ്യമാർന്ന വിഷരഹിത പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവ്. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഒരുക്കിയ പച്ചക്കറി കൃഷിയിലാണ് മികച്ച വിളവെടുത്തത്. LDF കയ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എടതിരുത്തിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. LDYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.